നമസ്കാരം, ET വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം. മാർച്ചിലെ തുടർച്ചയായ തകർച്ചയ്ക്ക് ശേഷം ഏപ്രിലിൽ വിപണി വീണ്ടെടുക്കൽ തുടരുന്നതിനിടെ ഇറാൻ-US യുദ്ധം നേരത്തെ അവസാനിക്കുമെന്ന പ്രതീക്ഷകളും മറ്റ് അനുകൂല ഘടകങ്ങളും ആവേശം ഉൾക്കൊണ്ട് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി മികച്ച നേട്ടമാണ് കൈവരിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും ആഴ്ചാന്ത്യത്തിൽ 2% വർധനമാണ് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് 505 പോയിന്റ് ഉയർന്ന് 78,493-ലും നിഫ്റ്റി 157 പോയിന്റ് നേട്ടത്തോടെ 24,353-ലും വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ആകെ വിപണി മൂല്യം 5 ലക്ഷം കോടി രൂപ വർദ്ധിച്ച് ഏകദേശം 466 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഏപ്രിൽ ഇതുവരെ ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മാത്രം നിക്ഷേപകരുടെ ആസ്തിയിൽ 53 ലക്ഷം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. വിപണിയിൽ തിരിച്ചുവരവ് സൂചനകൾ ലഭിക്കുന്ന സാഹചര്യത്തിലും നാലാം പാദ ഫലങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിലും നിരവധി ഓഹരികൾ ലൈം ലൈറ്റിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ അടുത്ത ആഴ്ച ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 ഓഹരികളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ ഓഹരി PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്ന PNB ഹൗസിംഗ് ഫിനാൻസ് വ്യക്തിഗത ഭവന വായ്പകൾ, പ്രോപ്പർട്ടി ലോണുകൾ, പ്രവാസികൾക്കായുള്ള ലോണുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭവന ഇതര വായ്പകൾ റീറ്റെയിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നുണ്ട്. ഏപ്രിൽ 20 തിങ്കളാഴ്ച കമ്പനിയുടെ റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഓഹരി ശ്രദ്ധാകേന്ദ്രമാകും. 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ വായ്പാ വളർച്ച ഏകദേശം 4% വർദ്ധിക്കുമെന്നും ക്രെഡിറ്റ് ചെലവ് 17 ബേസിസ് പോയിന്റ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പോർട്ട് പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ആകെ പലിശ വരുമാനം 2,82,537 മില്യൺ രൂപയായും അറ്റാദായം 54,561 മില്യൺ രൂപയായും ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. എങ്കിലും യീൽഡിലും മാർജിനിലും ഒരു നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മോർഗേജ് ഡിമാൻഡ്, ലോൺ ഗ്രോത്ത് എന്നിവ വരും കാലയളവിൽ സജീവമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. PNB ഹൗസിംഗ് ഫിനാൻസിന്റെ സാമ്പത്തിക അനുപാതങ്ങൾ വിശകലനം ചെയ്താൽ കമ്പനി നിലവിൽ മികച്ച മൂല്യനിർണ്ണയത്തിലും സ്ഥിരതയുള്ള ലാഭക്ഷമതയിലുമാണ് എന്ന് കാണാം. കമ്പനിയുടെ PE അനുപാതം 10.7 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ നിൽക്കുന്നത് ഓഹരി കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എന്നതിന്റെ സൂചനയാണ്. കൂടാതെ 1.34 എന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ കമ്പനിയുടെ ആസ്തികൾ സുരക്ഷിതമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 12.3% എന്ന ഇക്വിറ്റി റിട്ടേണും 9.46% എന്ന ROCയും കമ്പനിയുടെ മൂലധന വിനിയോഗത്തിലെ കാര്യക്ഷമത വെളിപ്പെടുത്തുന്നുണ്ട്. ഹൗസിംഗ് ഫിനാൻസ് മേഖലയുടെ സ്വഭാവം അനുസരിച്ച് 3.68 എന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി അനുപാതം സ്വാഭാവികമാണെങ്കിലും 1.58 എന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പലിശ തിരിച്ചടവ് ശേഷിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ലാഭത്തിൽ രേഖപ്പെടുത്തിയ 23.3% വളർച്ച കമ്പനിയുടെ ശക്തമായ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്. വിപണിയിലെ പൊതുവായ ഉണർവ് ഹൗസിംഗ് ഫിനാൻസ് മേഖലയിലും പ്രതിഫലിക്കും. PNB ഹൗസിംഗ് ഫിനാൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ് എന്നിങ്ങനെയുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വരുമാനത്തിലും ലാഭത്തിലും അവ മികച്ച വളർച്ചാ സാധ്യതകൾ ഭാവിയിലേക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. മാർച്ചിലെ ഇടിവിന് ശേഷം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഏപ്രിലിൽ വിപണി തിരിച്ചു കയറുന്നതും വരും മാസങ്ങളിൽ ഈ മേഖലയ്ക്ക് ഗുണകരമായേക്കാം. ഏതായാലും ഓഹരിയുടെ ടെക്നിക്കൽസ് ശിവദേവ് വിശദീകരിക്കും. നമസ്കാരം. PNB ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓൾറെഡി നമ്മളിവിടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഒരു ഓപ്പണിംഗ് റേഞ്ച് എന്നുള്ളത് ഒരു 893 രൂപ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് സ്റ്റോക്കിൽ കണക്കാക്കാം. അതിന് താഴെ ഇവിടെ ഒരു ട്രിപ്പിൾ ടോപ്പൊക്കെ കൊടുത്ത ഏരിയയാണ് റെസിസ്റ്റൻസ് ആയിരുന്ന സമയത്ത് ആ ഒരു 873 രൂപ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്യാം. മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ചെറിയൊരു റിജക്ഷൻ നേരിട്ടൊരു ഏരിയ 928 രൂപ, അതിന് മുകളിൽ 967 രൂപ നിലവാരങ്ങളിൽ റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മൾ RSI നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സോണിലാണ്. 67.78 എന്നുള്ളതാണ് ലാസ്റ്റ് ഫ്രൈഡേയിലെ റേഞ്ച്. പക്ഷേ ഒരു ഓവർ സോൾഡ് ലെവലിലേക്ക് RSI എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ലെവൽസ് ഒന്ന് മാറ്റാം. അതിനുശേഷം പ്രധാനപ്പെട്ട മൂവിങ് ആവറേജ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് EMA 20, 50, 100, 200 ഈ മൂവിങ് ആവറേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം മുകളിലാണ് സ്റ്റോക്ക് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഒരു മൂവിങ് ആവറേജ് 20ക്ക് താഴെ ക്ലോസിങ് കിട്ടിയത് ജനുവരി 16-ാം തീയതിയാണ്. അതിനുശേഷം ഒരു വലിയ ഡൗൺവേർഡ് സ്ലോപ്പാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായത്. പിന്നീട് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ എല്ലാ പ്രധാന മൂവിങ് ആവറേജസിനും താഴെയായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട്
ഏപ്രിൽ 6-ാം തീയതി മുതൽ സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ EMA 20 റെഡാണ്, അവിടെ ബ്രേക്ക് ചെയ്ത് കാണാം. അതിനുശേഷം EMA 50 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടി അതിന് മുകളിലാണ് ഓപ്പണിംഗ് ഉണ്ടായത് ഏപ്രിൽ 8-ാം തീയതി. പിന്നീട് ഏറ്റവും മുകളിലുള്ള EMA 200 ആണ് ഗ്രീൻ മൂവിങ് ആവറേജ്. ഏപ്രിൽ 16-ാം തീയതി അതിന് മുകളിലും ക്ലോസിങ് കിട്ടി. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ താഴത്തെ ലെവലിൽ ഈ റെഡ് മൂവിങ് ആവറേജ് 20, യെല്ലോ ആയിട്ടുള്ള മൂവിങ് ആവറേജ് 50 ഇവിടെ ക്രോസ് ചെയ്തു. ജസ്റ്റ് ക്രോസിങ് നമുക്ക് കാണാം, ഒരു ഗോൾഡൻ ക്രോസ് ഓവറാണ്, അതൊരു ബുള്ളിഷ് സൂചനയാണ്. ഇതേ ഒരു സ്റ്റോക്കിൽ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത്. നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലേക്ക് വന്നെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ്, മാരബോസ് ക്യാൻഡിൽസാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇത്തരത്തിൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഒരു സ്റ്റോക്കിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത ഓഹരി ഗുജറാത്ത് ഗ്യാസ് ആണ്. നോമുറ ഗുജറാത്ത് ഗ്യാസിന്റെ ഓഹരിക്ക് റേറ്റിംഗ് റെഡ്യൂസിൽ നിന്ന് ബൈ ആയി ഉയർത്തിയതോടെ കഴിഞ്ഞ ദിവസം 7% വർധനവ് ഓഹരി രേഖപ്പെടുത്തിയിരുന്നു. മധ്യേഷ്യൻ സംഘർഷം മൂലം വിതരണ ശൃംഖല തടസ്സപ്പെട്ടതിനെ തുടർന്ന് 2026 ഇതുവരെ 17%, മാർച്ചിൽ മാത്രം 23% ഇടിവ് നേരിട്ട ഓഹരിയാണിത്. എന്നാൽ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷകളും ആകർഷകമായ വാല്യുവേഷനും നിക്ഷേപകരെ വീണ്ടും ഈ ഓഹരിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ ഭൂരിഭാഗവും മധ്യേഷ്യയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ആഘാതം ഇന്ത്യയിൽ 50% ഇന്ധനക്ഷാമത്തിന് കാരണമായേക്കുമെന്ന് നോമുറ വിലയിരുത്തുന്നുണ്ട്. ഗാർഹിക ആവശ്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നതോടെ വ്യവസായ മേഖല നേരിടുന്ന ഗ്യാസ് ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ഗുജറാത്ത് ഗ്യാസിന് സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഓഹരിയുടെ കുതിപ്പിന് പിന്നിലെ പ്രധാന ഘടകം. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു കമ്പനിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 363 രൂപയിൽ വ്യാപാരം തുടർന്ന ഈ ഓഹരിയുടെ വിപണി മൂലധനം 24,975 കോടി രൂപയാണ്. കമ്പനിയുടെ ഏറ്റവും ആകർഷകമായ ഘടകം അതിന്റെ വളരെ കുറഞ്ഞ കടബാധ്യതയാണ്. 0.02 എന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി അനുപാതവും 49.6 എന്ന ഉയർന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും കമ്പനിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം വെളിപ്പെടുത്തുന്നുണ്ട്. 19.5% എന്ന മികച്ച ROCയും 14.2% എന്ന ROEയും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന സൂചകങ്ങളാണ്. 21.5 എന്ന PE റേഷ്യോ അനുപാതത്തിൽ വ്യാപാരം ചെയ്യുന്ന കമ്പനിയിൽ 60.9% പ്രൊമോട്ടർ ഓഹരി പങ്കാളിത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിൽപ്പനയിൽ 9.86% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 വർഷത്തെ വിപണിയിലെ റിട്ടേൺ നെഗറ്റീവായിട്ടാണ് തുടരുന്നത്. എങ്കിലും 1.6% ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഈ ഓഹരി അടിസ്ഥാനപരമായി മികച്ച നിലവാരത്തിലാണ് നിൽക്കുന്നതെന്ന് പറയാം. എന്നാൽ ഇവിടെ പെഗ് റേഷ്യോ നെഗറ്റീവാണ്. കാരണം കമ്പനിയുടെ കഴിഞ്ഞ കാലയളവിലെ ലാഭ വളർച്ച നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ലാഭം കുറയുന്ന സാഹചര്യത്തിൽ പെഗ് റേഷ്യോ കാര്യക്ഷമമായ ഒരു സൂചകമായി കണക്കാക്കാൻ കഴിയില്ല. നിലവിൽ ഇൻഡസ്ട്രി നിലവാരത്തിലുള്ള PE അനുപാതത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. ഏതായാലും ഓഹരിയുടെ ടെക്നിക്കൽസും ശിവദേ വിശദീകരിക്കും. നമസ്കാരം. നമ്മളിവിടെ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കറിയാം വലിയൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് വന്നൊരു സ്റ്റോക്കാണ്. ഇവിടെ നമുക്ക് വിസിബിളാണ്, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. വലിയ അപ്പർ റിജക്ഷൻ കാണാൻ സാധിക്കും. ഇതൊക്കെ സ്റ്റോക്കിൽ വളരെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായതിൻ്റെ സൂചനയാണ്. ഇവിടെ ഈ ഒരു ചാനലിനെ റെസ്പെക്റ്റ് ചെയ്താണ് സ്റ്റോക്ക് താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഇവിടെ ഏപ്രിൽ 2-ാം തീയതി ഒരു ലോവർ റിജക്ഷനുള്ള ഒരു ക്യാൻഡിൽ ഉണ്ടായി. പിന്നീട് പതുക്കെ ഒരു ഹൈ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ക്യാൻഡിൽ ഏപ്രിൽ 15-ാം തീയതി ആ ഒരു ചാനലിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അതോടുകൂടി വലിയ രീതിയിലുള്ളൊരു ബൈയിങ് സ്റ്റോക്കിലുണ്ടായി. നല്ല റിട്ടേൺ പിന്നീട് 2 ദിവസങ്ങളിൽ കൊടുത്തതായിട്ട് കാണാം. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു 394 രൂപ അതേപോലെ 365 രൂപ നിലവാരങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങിയ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 318 രൂപ 75 പൈസ നിലവാരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അതിന് മുകളിൽ തന്നെ തൊട്ടടുത്തായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് 331 രൂപ നിലവാരത്തിലും സ്റ്റോക്കിൽ സപ്പോർട്ട് വിസിബിളാണ്. നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളിവിടെ EMA 20, 50, 100, 200 ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള EMA 20 ആണ്. അതിന് മുകളിലുള്ള യെല്ലോ EMA 50 ആണ്. അതിന് മുകളിലുള്ള മൂവിങ് ആവറേജ് ബ്ലൂ ലൈൻ EMA 100 ആണ്. ഏറ്റവും മുകളിലുള്ളത് EMA 200 ആണ്. നമുക്ക് കുറച്ചൊന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ ഇവിടെ EMA 200 വലിയ രീതിയിൽ സ്റ്റോക്കിൽ ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ്. അവിടെ അത് റെസിസ്റ്റൻസ് കൊടുത്തതായിട്ട് കാണാം. പിന്നീട് അത് ബ്രേക്ക് ചെയ്യാൻ സ്റ്റോക്ക് നോക്കി, ഈ ഒരു ഏരിയയിൽ അത് നടന്നില്ല. അതിനുശേഷം വീണ്ടും എല്ലാ മൂവിങ് ആവറേജിനും താഴേക്ക് വന്നു. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ മാർച്ച് 4-ാം തീയതി
ഈ മൂവിങ് ആവറേജ് ഒക്കെ ഒരുമിച്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ അവിടെ EMA 200 റെസിസ്റ്റൻസ് കൊടുത്തു. പിന്നീട് ഈ ഒരു ക്യാൻഡിൽ മാർച്ച് 12-ാം തീയതി വീണ്ടും എല്ലാ ക്യാൻഡിലിൻ്റെയും എല്ലാ മൂവിങ് ആവറേജിന് മുകളിലേക്ക് പോയി, പക്ഷേ അവിടെയും EMA 200 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ മാർച്ച് 12-ാം തീയതി ഉണ്ടായ ക്യാൻഡിലിൻ്റെ ഹൈ 432 രൂപ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു സാധ്യത നമ്മൾ മുമ്പിൽ കാണണം. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ EMA 20 ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് EMA 50 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ EMA 100 അതേപോലെ EMA 200 മൂവിങ് ആവറേജ്, പ്രത്യേകിച്ച് EMA 200 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ ക്യാൻഡിൽസ് മൂവിങ് ആവറേജിൻ്റെ ഒക്കെ ലെവൽസ് മാറും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതാണ്. PNB ഹൗസിംഗ് ഫിനാൻസ്, ഗുജറാത്ത് ഗ്യാസ് എന്നീ ഓഹരികളുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇവിടെ ചർച്ച ചെയ്തത്. ഏതായാലും മറ്റ് ഓഹരികളുടെ വിശേഷങ്ങളുമായി വാച്ച് ലിസ്റ്റിൽ വീണ്ടും കാണാം.